സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ്, ശ്രീ പി ടി തോമസ് എം പി, ശ്രീ റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MG തോമസ്, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ GJ ജോസഫ്, ജില്ലാ കളക്ടർ ശ്രീ അഖിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, ജനപ്രതിനിധികളെ, ഈ ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥരെ, ജനസമ്പർക്ക പരിപാടി 12ാമത്തെ ജില്ലയിൽ ഇന്ന് നടക്കുകയാണ് ഇടുക്കി. ഇന്നുകൊണ്ട് ഈ പരിപാടി 14 ജില്ലയിലെയും പൂർത്തിയാകേണ്ടതായിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയും ഭയപ്പാടും ഉളവാക്കിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. ഗവൺമെന്റ് അത് സംബന്ധിച്ചൊരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തെളിവെടുപ്പ് ഇന്നത്തേത് കൊണ്ട് പൂർത്തിയാകും. കമ്മിറ്റി നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അത് സംബന്ധിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കിട്ടും. ഒരു കാര്യം ഇതിനോടകം തന്നെ ഗവൺമെന്റിന് വേണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഇതുമൂലം ഉണ്ടാക്കില്ല എന്ന് വ്യക്തമായ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരാശങ്കയും വേണ്ട. കാരണം കേരളം വനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ജനസംഖ്യ വളരെ കൂടുതലാണ്, ജനസാന്ദ്രത വളരെ കൂടുതലാണ്. എന്നിട്ടും നമ്മുടെ ഭൂപ്രദേശത്തിന്റെ 28% ഫോറസ്റ്റാണ്. ഇന്ത്യയിൽ 21%. ഇന്ത്യയിലെ വനവിസ്തൃതി ദേശീയ ശരാശരി 21%. ഇവിടെ ആ സ്ഥാനത്ത് 28.4%. അതെന്താ തെളിയിക്കുന്നത്? വനസമ്പത്ത് നശിപ്പിച്ചുകൊണ്ടല്ല, വനം സംരക്ഷിച്ചുകൊണ്ടാണ്, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് കേരളത്തിൽ കാർഷിക രംഗത്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് വിശ്വസിക്കുന്നു, ഗവൺമെന്റ് ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. ജനങ്ങളുടെ സഹകരണത്തോടെ, ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള പരിസ്ഥിതി സംരക്ഷണമാണ് കേരളത്തിന് ആവശ്യം. അതാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്.